ഡോക്ടർ മനുലാൽ, അതായത് ഈ പുത്തുമല ദുരന്തമുണ്ടായിട്ട് അടുത്ത ആഴ്ച 5 വർഷം തികയുകയാണ്. പുത്തുമല, കവളപ്പാറ, അങ്ങനെ പല ദുരന്തങ്ങൾ നമ്മൾ കണ്ടു, അതിജീവിച്ചു. ആ വാർത്തകൾ കേട്ട് കണ്ണ് നിറഞ്ഞവരാണ് നമ്മൾ. ഈ പുത്തുമലയ്ക്ക് 3 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളാണ് ഈ ചൂരൽമലയും മുണ്ടക്കൈയുമൊക്കെ. അപ്പോൾ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ ഇനിയും ദുരന്താഘാത പ്രതിരോധ ശേഷി കൈവരിച്ചില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ ദുരന്ത നിവാരണം അല്ലെങ്കിൽ ദുരന്ത ആഘാതത്തെ മാനേജ് ചെയ്യുക, അതിനെ നേരിടുന്നതിലൊക്കെയുള്ള സാങ്കേതികവിദ്യ ലോകത്തെമ്പാടും വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം പുതിയ പുതിയ ടെക്നോളജി വരുന്നു, ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന രീതികളിൽ വ്യത്യാസങ്ങൾ വരുന്നു. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കണം, എല്ലാ ദുരന്തങ്ങളെയും മുൻകൂട്ടി പ്രവചിക്കാനോ അല്ലെങ്കിൽ ദുരന്തങ്ങളുടെ ഏറ്റവും ഫലപ്രദമായ ഏറ്റവും ആഘാതം കുറയ്ക്കുന്ന രീതിയിൽ ദുരന്തത്തെ നേരിടാനോ ഉള്ള ഒരു സാങ്കേതികവിദ്യയൊന്നും ഒരു രാജ്യങ്ങളും, എത്ര വികസിത രാജ്യങ്ങളിൽ പോലും അത് അത്രത്തോളം പൂർണ്ണമായിട്ടും സാധിക്കുന്ന ഒരു സ്ഥിതി അല്ല. കാരണം ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതിയും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് അതിനുള്ള സാങ്കേതികവിദ്യകൾ വിപുലപ്പെട്ടാലും ശരി, അത് പലപ്പോഴും ആ പ്രഡിക്ഷൻ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കുക എന്നൊക്കെ ഉള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതേസമയത്ത് നമുക്ക് തന്നെ അറിയാം, ഇത്ര അടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും ഇതുണ്ടായി എന്ന് പറയുമ്പോൾ ആ സ്ഥലങ്ങളിലെ കൃത്യമായിട്ടുള്ള അതിൻ്റെ വ്യതിചലനങ്ങൾ, ഭൂപ്രകൃതിയിലുണ്ടായ ചെറിയ മാറ്റങ്ങൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ചില വൈബ്രേഷൻസ്, ചേഞ്ചസ്, ഡിസ്ലൊക്കേഷൻസ്, അതായത് ഭൂപ്രകൃതി ഉപരിതല സോയിലിൻ്റെ മാറ്റം, ചേഞ്ചസ്, അത് ഏതെങ്കിലും തരത്തിൽ തെന്നി മാറുന്നുണ്ടോ, ഇതൊക്കെ മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോസ്റ്റ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മാത്രമല്ല സെൻസിറ്റീവായിട്ടുള്ള പല ഇൻസ്ട്രുമെൻസും ഒക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരും. കേരളവും ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും വളരെയേറെ ബോസിന് ഒരു ചോദ്യമുണ്ട്, ഒരു കുഞ്ഞു ചോദ്യം മനുലാൽ സാറിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ്. 1984 മുണ്ടകൈ ഉരുൾപൊട്ടൽ എന്ന പേരിൽ, ഇന്നിപ്പോൾ ഉരുൾപൊട്ടിയിട്ടുള്ള ചൂരമലയും മുണ്ടകയുമാണല്ലോ, മുണ്ടകൈ ഉരുൾപൊട്ടൽ എന്ന പേരിൽ ഡം എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഒലിച്ചു പോവുകയും 7 പേർ മരിക്കുകയും ചെയ്ത് 1984 ഈ മുണ്ടകയിൽ തന്നെ ഒരു ഉരുൾപൊട്ടൽ നടന്നതായി എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല സാർ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചെറിയ പല വലിയ ആഘാതം ഉണ്ടാകാത്ത തരത്തിലുള്ള ജിയോളജി വിഭാഗം പ്രൊഫസർ ആയിരുന്ന ഡോക്ടർ ശ്രീകുമാർ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഡോക്ടർ മനുലാൽ തുടരാം. യെസ്, അത് അത്തരത്തിൽ ഒരു സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ ഇതെല്ലാം. ഈ ഇത്തരത്തിലുള്ള ഒരു ചെരിവുള്ള ഭൂപ്രദേശങ്ങളിൽ നമുക്ക് ഒരു വനത്തിനകത്തോ അല്ലെന്നുണ്ട് വലിയൊരു തിക്കായിട്ടുള്ള ഒരു പ്ലാന്റേഷനകത്തോ ഒരു ചെറിയ ഒരു ഉരുൾപൊട്ടലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് 25 വർഷം മുമ്പ് പൂട്ടിപ്പോയ ഒരു ക്വാറി ഉണ്ടെന്ന് കൂടി കേൾക്കുന്നുണ്ട്. അതത്ര ശരിയെന്നറിയില്ല, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ക്വാറി ഉണ്ട് എന്ന ഒരു സംശയം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസൊക്കെ കൈകാര്യം ചെയ്യുന്ന ഐസൻ ജോസ് ഇന്ന് മാധവ് ഗാഡ്ഗിലുമായി ഫോൺ മുഖാന്തരം സംസാരിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം ഈ പ്രദേശത്ത് ക്വാറി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കൂ എന്നാണ്. തുടർന്നോളൂ ഡോക്ടർ മനുലാൽ. തീർച്ചയായിട്ടും ക്വാറികൾ ഉപരിതലത്തിലുണ്ടാകുന്ന ഏത് സമ്മർദ്ദങ്ങളും അത് മറ്റൊരു തരത്തിൽ പ്രതിഫലിക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മളെ അതുകൊണ്ട് ഈ പർട്ടിക്കുലർ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു ക്വാറി ഇപ്പം നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇല്ലെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. അപ്പം നിലവിൽ ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്കവേഷൻ ആക്ടിവിറ്റിയോ മൈനിങ് ആക്ടിവിറ്റിയോ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവവികാസത്തിന് ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഏതെങ്കിലും ഒരു എക്സ്കവേഷൻ
എക്സ്കവേഷൻ ആക്ടിവിറ്റി അവിടെ നടന്നതായിട്ടുള്ള ഒരു തെളിവ് നമുക്കില്ല. നിലവിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പം പണ്ടത്തേതിലും കവിഞ്ഞ് വരുന്ന അടുത്ത നാളുകളിലെ ക്വാറികളുടെ എണ്ണമൊക്കെ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. കാരണം കുറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായ നിരവധി നിയമങ്ങളുടെ 5 or 6 നിയമങ്ങൾ ഉൾപ്പെടെയാണെന്ന് തോന്നുന്നു ഒരു ക്വാറി ഇപ്പോൾ പ്രവർത്തിക്കേണ്ടത്. അത് മാത്രമല്ല ഒരു 10 വർഷം മുമ്പോ അല്ലെ 5 or 6 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന ക്വാറികളുടെ എണ്ണം പോലും വളരെയേറെ കുറഞ്ഞു. ഓരോ ജില്ലകളിലുമുള്ള ടോട്ടൽ ക്വാറികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു തരത്തിൽ നമുക്ക് ഭൂവിനിയോഗത്തിലുള്ള ഒരു ചേഞ്ചസിനെയാണ് കാണിക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡായിട്ട് അതിനെ കൂടെ കണക്കാക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് ഈ വ്യക്തികളുടെ ഇതിനോടൊക്കെയുള്ള അവബോധം, നേരത്തെ അത് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഈ ഈവൻ കരിക്കുലത്തിൽ തന്നെ ഒരു പുതിയ ജനറേഷൻ തന്നെ അത്തരത്തിലുള്ള അവബോധം പ്രകൃതിയോട് ഉണ്ടാക്കുന്ന രീതിയിൽ സെൻസിറ്റീവായിട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതും ലാൻഡ് യൂസ് പാറ്റേണിൽ എങ്ങനെ ജസ്റ്റിഫയബിളായിട്ട് നീതിയുക്തമായിട്ട് അത് വിനിയോഗിക്കണമെന്നും ഒക്കെയുള്ള ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു റിഫോംസും എനിക്ക് തോന്നുന്നത്